കളയും ഞാൻ. അപ്പൊ എല്ലാം സ്വപ്നമായിരുന്നല്ലേ. എന്തോ നാളെ രാവിലെ തന്നെ ബഹളം ഉണ്ടാക്കുന്നേ. എടാ എഴുന്നേക്ക് 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 എഴുന്നേക്കല്ല പറഞ്ഞ. എന്താടാ അളിയ, ഈ നാട്ടുകാരൊക്കെ എന്നോട് ഗണപതി പൂജ ചെയ്യാൻ പറഞ്ഞിട്ട് കാഴ്ച ആഘോഷം അങ്ങ് അടിപൊളിയായിരുന്നടാ. എവിടെ നോക്കിയാലും ജനങ്ങളും അലങ്കാരവും. ചെറിയ കൂട്ടമൊന്നും അല്ലടാ. ഇവൻ ഇനിയും കുടിച്ച കെട്ടി വിട്ടിട്ടില്ല. അത് ഞാൻ പറഞ്ഞ കേൾക്ക്. ഞാനിങ്ങനെ സ്റ്റൈലായിട്ട് ബുള്ളറ്റിൽ വരുമ്പോഴേ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പൂവേറിയായിരുന്നടാ. അങ്ങനെയാണോ? പക്ഷെ ആ സമയത്ത് ഏതോ ഒരു കഴിവേറി കയറി വന്ന് എന്റെ മുഖത്ത് ചാണകം എറിയാൻ നോക്കിയത്. അതൊക്കെ അവിടെ നീക്കട്ടെ. നീ എങ്ങാനും ഗണപതിയുടെ വിഗ്രഹം കൊണ്ടുവന്നില്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ നിന്നെ പഞ്ഞിക്കിടും. ഉറപ്പാ. കാശെടുക്ക്, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. നിന്റെ പൈസയാണോ? ദാ കിടക്കും നോക്ക്. എടാ, നാട്ടുകാരുടെ പൈസ ഇനി എന്ത് പറയും? ദൈവത്തിന് വേണ്ടി എടുത്തു വെച്ച പൈസയിലാണോ വെള്ളടിക്കുന്നത്? മേടിച്ചത് നീയല്ലേ, ഞങ്ങളെ എന്തിനാ ചോദിക്കുന്നത്? എന്നെ പിടിച്ച് തടയായിരുന്നല്ലോ. നിർത്താനാ വന്നേ. പക്ഷെ നീയാ ഹാഫ് വേണ്ടോ ഫുള്ള് വേണോന്ന് പറഞ്ഞ. ഈ ഫുള്ളും ഇപ്പൊ തീർന്നു പോയി. ഇപ്പൊ എന്താടാ ചെയ്യാ? ദൈവത്തിന് എങ്ങനെ കൊണ്ടുവരാ? കൊണ്ടുപോയില്ലെങ്കിൽ നാട്ടുകാര് തല്ലും കേട്ടാ. ശരി, ആ ദൈവത്തിന്റെ കാര്യം എന്റെ മാലക നോക്കിക്കോളും. ആ ഡെക്കറേഷൻ കാരണം കുറച്ച് അഡ്വാൻസ് കൊടുത്തില്ലേ? നീ ചെന്നത് വാങ്ങിച്ചോണ്ട് വാ. ശങ്കർ ഏത് സമയം ഉറങ്ങിക്കൊണ്ടിരിക്കും. ശരി, നീ ചെന്നിട്ടേ ആ ചണ്ടക്കാരെ കൂട്ടിക്കൊണ്ടുവാ. അമ്പലത്തിൽ കൂട്ടുന്നവരില്ല, ഫംഗ്ഷന് കൂട്ടില്ലേ? അവരാകുമ്പോ ബഡ്ജറ്റ് കുറവാടാ. ഓക്കെ ഓക്കെ. എന്റെ അമ്മോ, നിനക്ക് ഇവിടുന്ന് ഇത്രയും സൗന്ദര്യം മഹാ. ഇത് വെല്ലാൻ വേറെ ആർക്കും കഴിയില്ല. കാണാൻ എന്ത് സുന്ദരിയെന്നറിയോ. ദേവി മഹാമായേ, നീ എന്താടാ കാലേ വീഴുന്നേ? നിന്റെ ഒരു ഹെൽപ്പ് ആവശ്യം. എനിക്ക് തോന്നി കാര്യം കാണാനാന്ന്. നീ കാര്യം എന്താന്ന് പറ. എന്റെ അമ്മ മഹാലക്ഷ്മി ക്ഷേത്രത്തിലാ പോവാൻ പറഞ്ഞത്. അതിന് എന്നെ കാണാൻ വന്നെന്തിനാ? എനിക്ക് ലക്ഷ്മിയും മഹാലക്ഷ്മിയും ഒക്കെ നീയല്ലേ? അത് ശരി. എങ്കിൽ പൂജ ചെയ്ത് പ്രാർത്ഥിക്കേ. ടൈമിംഗ് അറിയാതെ വന്നോളൂ. ശരി, വന്ന കാര്യം എന്താന്ന് പറ. അത് ഗാന്ധിയുള്ള കുറച്ച് കടലാസ് വേണമായിരുന്നു. ബസിന്റെ കാൽക്കൽ വീണ് പറയേ, നരകത്തിലേക്ക് പോകുന്ന വഴിയിലെ സ്വർഗം. അവിടെ ഗാന്ധി മുത്തച്ഛനിടാവും ഈന്ന് ചിരിച്ചോണ്ട്. ഓ മതി, ഒന്ന് നിർത്ത്. നീയും ഗാന്ധിയും തമ്മിൽ നല്ല സ്ട്രോങ് ബന്ധല്ലേ? ഇതല്ല, മഹാത്മാഗാന്ധി കുറച്ചും കൂടി റിച്ച് ആയിരിക്കണം. ശകലം കൂടി റിച്ച്. അല്ല, നിനക്ക് പൈസ എന്തിനാ? ഗണപതിയുടെ തടമ്പെടുത്ത് നാട് മൊത്തം കറങ്ങണം, പ്രസാദം കൊടുക്കണം. ഇതൊക്കെ ചെറിയ കാര്യമാണോ? നീ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ലേ? അതൊക്കെ കുടിച്ച് നശിപ്പിച്ച് കാണും. പിന്നെ ഞാൻ അയ്യോ, ഞാൻ തരില്ല, നീ പൊയ്ക്കേ. ഗണപതിയോട് സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കാം, നിനക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അത് നീ നിനക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാ പോരായിരുന്നോ? എനിക്കെന്ത് സംഭവിച്ചാലും നോക്കാൻ നീയില്ലേ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. എങ്ങനെയുണ്ട്? ഇവൻ എവിടെന്നാ മോളെ കിട്ടിയത്? കാര്യം കാണാൻ കാല് പിടിക്കുന്നത് കണ്ടില്ലേ? കാര്യം കഴിഞ്ഞപ്പോ കോളർ തൂക്കി പിടിച്ചു പോകുന്നു. അവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവന്റെ മനസ്സിലൊന്നുമില്ല, ഉള്ളതുപോലെ പറയും. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടം. एक लड़की एंड लड़का कभी दोस्त नहीं बनता. എന്താണത്? എവിടെടാ ബാലരാജ്? മുഹൂർത്തത്തിന് സമയമായില്ലേ? ഗണപതിയെ കൊണ്ടുവരുമോ ഇല്ലയോ? താനെന്താ ഇങ്ങനെ എപ്പോ നോക്കിയാലും ആന്നും പറഞ്ഞു നിൽക്കും? അതെന്താ ചെറിയ സാധനമാണെന്ന് കരുതിയോ കയ്യിലെടുത്തോണ്ട് വരാൻ? അതല്ല തന്നെ പോലുള്ള സാധനമാണെന്ന് കരുതി ഹോട്ടലിൽ കയറിക്കൊണ്ട് വരാം. 40 അടി ഉണ്ടാവും, മിനിമം ആയിരിക്കും. ചെടിയൊക്കെ തട്ടും. അവൻ ആരാടാ വേറെ അവിടെ വെച്ചത്? ഒരുത്തനെയും കാണുന്നില്ല. ഈപിക്കാരായിരിക്കും, മിനിമം ആയിരിക്കും. അത് എങ്ങനെ ഉണ്ടോന്ന് വെച്ചാൽ വരുന്നടാ. നീയൊക്കെ മനുഷ്യനാണോടാ? എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? നാശം നാശം. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ വിനായക. ഇത് വെച്ച് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. കാശെന്താ മരത്തിൽ വിളയാണോടാ? മതി, നിർത്താൻ. പിന്നെ ഒരുപാട് പണക്കെട്ട് തന്നതല്ലേ?
ഇതൊന്ന് പിടിക്കടാ. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ ചെയ്യുന്നേ? എനിക്ക് വേണ്ടിയോ? നിങ്ങൾക്കല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടില്ലേ? പണ്ടത്തെ കാലമൊക്കെ 100 വർഷം ജീവിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴോ 60 വയസ്സാകുമ്പോഴത്തേക്കും ഔട്ട്. കാരണം എന്താ? കലർപ്പണം. കലർപ്പണം കാരണം ശരീരം മൊത്തം വീക്കാകുക, കിഡ്നി അടിച്ചു പോവുക, ഹൃദയം ചുരുങ്ങി പോവുക, വയറ് വീർത്തു പോകുന്നു, ആയുസ് കുറഞ്ഞു വരുന്നു. ശരി, ഇതൊക്കെ പോട്ടെ. വലിയ പ്ലാസ്റ്റിക് വിനായകനെ കൊണ്ടുവന്ന് നിങ്ങളൊക്കെ വെറുതെ ഇരിക്കോ? ദേ 9 ദിവസം ഇവിടെ തന്നെ വെക്കും, എന്നിട്ടുള്ള എല്ലാ പൂജകളും ചെയ്യും. 10ാമത്തെ ദിവസം കടലിൽ കൊണ്ടേ ഒഴുക്കും. കെമിക്കൽ കാരണം വെള്ളം മോശാക്കും. അത് കാരണം മീനുകൾ ചാവും. മീനുകൾ ചത്താ എന്താകും അറിയോ? എനിക്കറിയാം. ആണോ? എങ്കിൽ പറ. വെള്ളം അടിക്കാൻ സൈഡ് ചെയ്യാനില്ല. ഇടാ, മിണ്ടാതിരിക്കടാ. ഭഗവാന്റെ മുമ്പിലാണോ? തെറ്റ്. നമുക്ക് കുടിക്കാൻ നല്ല വെള്ളം കിട്ടില്ല. നമുക്ക് നല്ല വെള്ളം കിട്ടിയാൽ മാത്രമേ കുക്ക് ചെയ്യാൻ പറ്റൂ, കുളിക്കാൻ പറ്റൂ, അലക്കാൻ പറ്റുള്ളൂ. ഈ അഴുക്ക് വെള്ളത്തിന് വൈറസ് ഫോമായി, ലങ്സ് ഒക്കെ ജാമായി, നന്നായിട്ട് നടക്കാൻ പറ്റാതെ, മര്യാദയ്ക്ക് കഴിക്കാൻ പോലും പറ്റാതെ, കണ്ണു കാണാൻ പറ്റാതെ, ശ്വാസം വിടാൻ പറ്റാതെ, സംസാരിക്കാൻ ശബ്ദമില്ലാതെ, ശരിക്കും കേൾക്കാൻ പറ്റാതെ, ക്ഷീണം കാരണം തലകറങ്ങി താഴെ വീഴുമ്പോ അന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിക്കും, ആ പാവം ബാലരാജ് ചേക്കൻ പറയുന്നത് നമ്മൾ അന്നേ കേട്ടിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലല്ലോ എന്ന്. ഇനിയെങ്കിലും മാറൂ. നിങ്ങൾ മാറണം, ഈ നാട് മാറണം, ഈ ലോകം തന്നെ മാറണം. അതെ, മാറണം. പിന്നെ അടുത്ത കൊല്ലം അമ്പല കമ്മിറ്റി പിരിക്കുന്ന പണം ഞങ്ങൾക്ക് തന്നെ തരണം കേട്ടോ. 4 പേർക്ക് അന്നദാനം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളെ പോലെ പിള്ളേർക്ക് വെള്ളം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങള് വെള്ളം അടിക്കും. ഓ, ആ വെള്ളം അല്ലടാ, തണ്ണീർ പന്തല ഉദ്ദേശിച്ചത്. തണ്ണീർ പന്തൽ, അതാ പറഞ്ഞേ. തണ്ണീർ പന്തൽ. ഇവിടെ ഒന്ന് തുടങ്ങും. എന്താ ഇത്? എന്താ ഉണ്ടായേ? വലിയ ഗണപതിയെ കൊണ്ടുവരാന്ന് എല്ലാരോടും കാശ് മേടിച്ചിട്ട് ഇത് ആ ചെറിയ ഗണപതിയാ കൊണ്ടുവന്നിരിക്കുന്നത്. എടാ മോനെ, അമ്മേ, പ്രതിഷ്ഠ ചെറുതായാലും കീർത്തി വലുതായിരിക്കും എന്ന് പറയാറുണ്ട്. വിഗ്രഹത്തിന് ചെറുതോ വലുതോ എന്നില്ല. 2 കൈയും കൂപ്പിയല്ലേ തൊഴുന്നത്. എന്താ ശരിയല്ലേ? പിന്നെന്താ ഈ ചെറിയ കാര്യത്തിന് എന്തിനാ വിഷമിക്കുന്നേ മഹാ? ഇതാ പറഞ്ഞ വിഗ്രഹം ചെറുതായിരുന്നാലും കീർത്തി വലുതായിരിക്കും എന്ന് പറയും. ഇന്നും അടിച്ച് പൊളിക്കാം കേട്ടാ. കണ്ടിച്ചാലും മതി. ഇന്നത്തെ ദിവസം വിജയിക്കട്ടെ, വിജയിക്കട്ടെ, വിജയിക്കട്ടെ.